ഞാൻ സുരേഷ് കുമാർ, പ്രേം നസീർ ഫൗണ്ടേഷൻ്റെ ചെയർമാനാണ്. ഫൈസൽ സെക്രട്ടറി, നമ്മുടെ നാസർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. പിന്നെ സജന നമ്മുടെ ട്രിവാൻഡ്രം ചാപ്റ്ററിൻ്റെ ചെയർമാനാണ്. അദ്ദേഹം അൻവർ. നമ്മളെല്ലാം പ്രേം നസീർ ഫൗണ്ടേഷൻ്റെ റെപ്രസെൻ്റേറ്റീവാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് പ്രസ് കോൺഫറൻസ് സംസാരിക്കാൻ വന്നതെന്നു വെച്ചാൽ, ഈ വർഷത്തെ പ്രേം നസീർ അവാർഡ്, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത് മുടങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്രാവശ്യം അത് വീണ്ടും തുടങ്ങുകയാണ്. അത് പ്രസിദ്ധ സംവിധായകനായിട്ടുള്ള പ്രിയദർശനാണ് ഈ മാസം 16-ാം തീയതി നസീർ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്മൃതി ദിനത്തിൽ നമ്മൾ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരള ഗവർണറാണ് അദ്ദേഹത്തിന് സമ്മാനിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾക്കൊക്കെ അറിയാം, ഇത് വളരെ ഗംഭീരമായിട്ടാണ് ഈ അവാർഡുകൾ നടത്തിയിട്ടുണ്ട്. ഒത്തിരി പഴയ ആൾക്കാർ ഒക്കെ ഇതിൽ അവാർഡുകൾ സ്വീകരിച്ചിട്ടുണ്ട്. തൃക്കൃഷി സുകുമാരൻ നായർ, വൈക്കം മുഹമ്മദ് ബഷീർ, പി ഭാസ്കരൻ, അടൂർ ഗോപാലകൃഷ്ണൻ, ആറന്മുള പരമ്പ, മധു സാറ്, അങ്ങനെ മോഹൻലാൽ, സുരേഷ് ഗോപി തുടങ്ങി നിരവധി ആൾക്കാർ, 20ഓളം. ഇത് 20ാമത്തെ അവാർഡാണ് പ്രിയദർശന് കിട്ടുന്നത്. അതിന് മുമ്പ് ഒത്തിരി എല്ലാവരും വാങ്ങിച്ചിട്ടുള്ളവരൊക്കെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ്. യേശുദാസ്, ദേവരാജൻ മാസ്റ്റർ, സേതുമാധവൻ സാറ്, വിൻസൻ മാസ്റ്റർ, ജഗദീഷ് ശ്രീകുമാർ, സുകുമാരി, ബാലേന്ദ്ര മേനോൻ, സൂര്യകൃഷ്ണമൂർത്തി, ഹരിഹരൻ തുടങ്ങിയവരാണ് മുൻ വർഷങ്ങളിൽ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു കമ്മിറ്റി, ഷാജി കൈലാസ് ചെയർമാനായിട്ടുള്ളൊരു കമ്മിറ്റി ആണ് അദ്ദേഹത്തെ പ്രിയദർശനെ തിരഞ്ഞെടുത്തത്. അതിൻ്റെ അകത്ത് രഞ്ജിത്ത് രജപുത്ര, മേനക സുരേഷ് എന്നിവരാണ് അതിലെ മറ്റംഗങ്ങൾ, ജഡ്ജിങ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ. ചെയർമാൻ സുരേഷ് കുമാർ അതിലെ വേറൊരു അംഗവുമായിട്ടാണ് ഈ കമ്മിറ്റിയാണ് പ്രിയദർശനെ തിരഞ്ഞെടുത്തത്. അപ്പം ഇത് അദ്ദേഹത്തിന് ശില്പവും ഫലകവും എല്ലാം നൽകുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, പ്രിയദർശനെ ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ 40ഓളം വർഷങ്ങളായിട്ട് പ്രിയദർശൻ സജീവമായിട്ട് ഈ ഇൻഡസ്ട്രിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഏറ്റവും കൂടുതൽ ഹിന്ദി സിനിമ ചെയ്തിട്ടുള്ളൊരു സൗത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ സംവിധായകനാണ്. ശരിക്കും ഹിന്ദിയിലും എനിക്ക് തോന്നുന്നു പ്രിയൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പടവും കൂടെ കഴിഞ്ഞാൽ ഹിന്ദിയിലും ഏറ്റവും കൂടുതൽ പടം ചെയ്യുന്ന പ്രിയനായിരിക്കും. എന്ന് വെച്ചാൽ ഡേവിഡ് ധവാനാണ് ഏറ്റവും കൂടുതൽ പടം ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ ഓർമ്മ. അതിലും കൂടുതൽ പടങ്ങൾ പ്രിയൻ ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്ത തന്നെ പ്രിയൻ്റെ 100ാമത്തെ ചിത്രത്തിൽ എത്താൻ പോവുകയാണ്. അപ്പം ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ വിപുലമായ രീതിയിൽ അദ്ദേഹത്തിന് അവിടെ ഒരു സ്വീകരണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനുശേഷം 16-ാം തീയതി വൈകിട്ട് അതിനുശേഷം നസീർ സാറിൻ്റെ പടത്തിലെ പാട്ടുകൾ വെച്ചിട്ടുള്ളൊരു ഗാനമേള, അതിൻ്റെ ഒപ്പം പ്രിയൻ്റെ സിനിമകളുടെ പാട്ടുകളും ഉണ്ടാവും. ഇതാണ് 16-ാം തീയതിത്തെ പ്രോഗ്രാം.